നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവം, ചികിത്സാ പിഴവ് സമ്മതിച്ച് ആരോഗ്യവകുപ്പ്. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച് ആരോഗ്യവകുപ്പ്. കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. അപകട സാധ്യത അറിയിക്കുന്നതിൽ പരാജയപ്പെട്ട 2 ഗൈനക്കോളജിസ്റ്റുകൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു. ഡോക്ടർ CV പുഷ്പകുമാരി, ഡോക്ടർ KA ഷേർലി എന്നിവർക്കെതിരെയാണ് നടപടി ശുപാർശ ചെയ്തത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കുടുംബത്തിന് കൈമാറി. അന്വേഷണം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെതിരെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് തപാൽ വഴി മറുപടി നൽകിയത്. കഴിഞ്ഞ വർഷം നവംബർ 8-നാണ് ആലപ്പുഴ സക്കറിയ ബസാർ സ്വദേശികളായ അനീഷ് സുറുമി ദമ്പതികൾക്ക് കുഞ്ഞു പിറന്നത്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും യഥാസ്ഥാനത്തല്ല. വായ തുറക്കാൻ കഴിയുന്ന നിലയിലായിരുന്നില്ല. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത്. കാലിനും കൈക്കും വളവുണ്ട്. പരാതിയിൽ നേരത്തെ ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരുന്നു. ആലപ്പുഴ സൗത്ത് പോലീസാണ് സംഭവത്തിൽ കേസെടുത്തത്. ഇതിന് പിന്നാലെ ആരോഗ്യവകുപ്പും അന്വേഷണം നടത്തിയിരുന്നു. കേരളത്തിൽ രോഗം ബാധിക്കുന്നവരിൽ കൂടുതലും ചെറുപ്പക്കാർ. വേനൽ കടുത്തതോടെ കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമത്തിന് പുറമെ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. കഴിഞ്ഞ മാസത്തിൽ 2 ആഴ്ചക്കിടെ ഹെപ്പറ്റൈറ്റിസ് A രോഗം ബാധിച്ചത് 484 പേർക്ക് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടുന്നവരും നിരവധിയാണ്. രോഗം മൂർച്ഛിച്ച ആളുകൾ മരിക്കുന്നതായും പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ എത്തുന്നവരുടെ പാരമ്പര്യ ചികിത്സ തേടുന്നവരുടെയും എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയാൽ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇടവിട്ട് മഴ പെയ്യാൻ തുടങ്ങിയതോടെ രോഗവ്യാപന ഭീതിയും കൂടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ ദിവസം 10-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. രോഗം ബാധിക്കുന്നവരിൽ കൂടുതലും ചെറുപ്പക്കാരാണെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു. കഞ്ചാവ് കേസിൽ പ്രതികരണവുമായി നടൻ. കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായ യുവതി തന്റെ പേര് പറഞ്ഞതിൽ പ്രതികരണവുമായി നടൻ ശ്രീനാഥ് ബാസി. തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴയ്ക്കുകയാണെന്നും ഇതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും ആൾക്കാർ ഓരോന്ന് കെട്ടിച്ചമയ്ക്കുന്നതാണെന്നും നടൻ പറഞ്ഞു. സത്യാവസ്ഥ അറിയാതെ ആളുകൾ ഓരോന്ന് പറയുകയാണെന്ന് നടൻ പ്രതികരിച്ചു. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീന സുൽത്താന എന്ന 43-കാരിയാണ് നടന്മാർക്കും ലഹരി നൽകിയെന്ന് എക്സൈസിന് മൊഴി നൽകിയത്. ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ലഹരിമരുന്ന് നൽകിയിട്ടുണ്ടെന്നാണ് യുവതി പറഞ്ഞത്. ഇതിനെതിരെയാണ് പ്രതികരണവുമായി നടൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഗായകൻ MG ശ്രീകുമാറിന് പിഴ. കൊച്ചി കായലിലേക്ക് മാലിന്യപ്പൊതി എറിഞ്ഞ ഗായകൻ MG ശ്രീകുമാറിന് 1,00,000 ലക്ഷം രൂപയുടെ പിഴ. മുളവുകാട് പഞ്ചായത്തിലെ ഗായകന്റെ വീട്ടിൽ നിന്നും മാലിന്യപ്പൊതി വീഴുന്നതിന്റെ വീഡിയോ ദൃശ്യം വിനോദസഞ്ചാരിയുടെ മൊബൈൽ ഫോണിൽ പതിയുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹം വീഡിയോ സഹിതം പരാതി നൽകിയതോടെ പഞ്ചായത്ത് അധികൃതർ ഗായകന് 25,000 രൂപയുടെ പിഴ നോട്ടീസ് നൽകി. വീഡിയോ ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതരാണ് നോട്ടീസ് നൽകിയത്. തുടർന്ന് ഗായകൻ കഴിഞ്ഞ ദിവസം പിഴ ഒടുക്കി. MG ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമാണെങ്കിലും ആരാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന് തിരിച്ചറിയാനാവില്ല. 4 ദിവസം മുൻപാണ് സമൂഹ മാധ്യമത്തിലൂടെ മന്ത്രി MB രാജേഷിനെ ടാഗ് ചെയ്ത് മാലിന്യം വലിച്ചെറിയുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. പുരുഷൻ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകുമ്പോൾ തന്നെ അയാൾ എന്തെങ്കിലും കാരണത്താൽ ആ തീരുമാനം മാറ്റാനുള്ള സാഹചര്യം കൂടി സ്ത്രീകൾ മുന്നിൽ കാണേണ്ടത് അനിവാര്യമെന്ന് സുപ്രീം കോടതി. വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തിയെന്ന ആരോപണം ഉണ്ടായ ഒരു കേസിൽ വാദം കേൾക്കവെയാണ് ബുധനാഴ്ച കോടതി ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയാലുടൻ പുരുഷന് തന്റെ മേൽ എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചു നൽകുന്നത് എന്ത് ചിന്തയുടെ അടിസ്ഥാനത്തിലാണെന്നും കോടതി ചോദിച്ചു. നേരത്തെ വിവാഹം ഉറപ്പിച്ചിരുന്ന പെൺകുട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറിയ പുരുഷനെതിരെ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി. 2 വ്യക്തികൾ തമ്മിലുള്ള പ്രണയബന്ധം തകരുന്ന സംഭവങ്ങളിലെല്ലാം അവർ തമ്മിൽ ഉണ്ടായിരുന്ന ലൈംഗിക ബന്ധം പങ്കാളിയുടെ നിർബന്ധം മൂലമുണ്ടായതായിരിക്കും എന്ന് തീർച്ചപ്പെടുത്താനാവില്ല. പരസ്പര സമ്മതത്തോടെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും സമൂഹത്തിന്റെ മുൻവിധി മൂലം മിക്കപ്പോഴും പുരുഷന്മാരാണ് പ്രതിസ്ഥാനത്തെത്തുന്നത്. എന്നാൽ ഇത് എല്ലായ്പ്പോഴും അംഗീകരിക്കാനാവില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഭരണ തുടർച്ച രാജ്യത്തിന്റെ പ്രതീക്ഷയെന്ന് EP ജയരാജൻ. CPIM മധുര പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ നയരൂപീകരണം കേരള ഭരണത്തിന് കരുത്തു പകരുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കേരള സർക്കാർ ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷയാണ്. ഭരണ തുടർച്ച രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്.
CPIM അടിത്തറ വിപുലീകരിക്കാൻ ആവശ്യമായ പരിശോധനയും തിരുത്തലും പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. മറ്റു സമ്മേളന കാര്യങ്ങൾ PB അംഗങ്ങൾ പറയുമെന്നും പാർട്ടി രീതി അതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം CPIM മധുര പാർട്ടി കോൺഗ്രസിൽ ഇന്നു മുതൽ പൊതുചർച്ചയാണ് നടന്നത്. ഫെഡറലിസം ഇന്ത്യയുടെ ശക്തി എന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പങ്കെടുത്തു. CPIM മധുര പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രമേയത്തിന്മേലും ഉള്ള പൊതുചർച്ച ഇന്ന് തുടങ്ങി. നാളെ ഉച്ചവരെ നടക്കുന്ന ചർച്ചയ്ക്ക് പ്രകാശ് കാരാട്ട് മറുപടി പറയും. ചർച്ചയിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാകും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും രാഷ്ട്രീയ പ്രമേയവും പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുന്നത്. സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് കുതിപ്പിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഇന്ന് ഒറ്റയടിക്ക് 400 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 68,480 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില. 8,560 രൂപയാണ് ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് നൽകേണ്ടത്. ഇന്നലെ ഗ്രാമിന് 8,510 രൂപയും പവന് 68,080 രൂപയുമായിരുന്നു വില. മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസുകൾ വേണ്ട എന്ന് ബാലാവകാശ കമ്മീഷൻ. മധ്യവേനൽ അവധിക്കാലത്ത് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ക്ലാസ് നടത്തരുതെന്ന് ബാലാവകാശ കമ്മീഷൻ. പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഈ ഉത്തരവ് ബാധകമാണ്. നിയമലംഘനം നടത്തുന്ന സ്കൂളുകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉത്തരവിൽ പറയുന്നു. കോടതി ഉത്തരവ് പ്രകാരം CBSE, ICSE സ്കൂളുകളിൽ 7:30 മുതൽ 10:30 വരെ ക്ലാസ് നടത്താം. ട്യൂഷൻ സെന്ററുകളിലും ക്ലാസുകൾ 7:30 മുതൽ 10:30 വരെ മാത്രമേ നടത്താവൂ. തട്ടിപ്പിൽ പ്രവാസിക്ക് നഷ്ടമായത് 1 ലക്ഷം രൂപ. പലതരം തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സാധാരണ രീതിയിൽ നിന്നും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കണ്ണൂർ മട്ടന്നൂരിലാണ് പശുക്കളെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മുൻ പ്രവാസിയിൽ നിന്ന് 1 ലക്ഷം രൂപ തട്ടിയെടുത്തത്. സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇത്തിരി തേങ്ങാപ്പിണ്ണാക്ക്, ഇത്തിരി പരുത്തിക്കുരു, ഇത്തിരി തവിട്, ഇത്രയും കൊടുത്താൽ പാല് ശറപറാന്ന് ഒഴുകും. പരസ്യം വന്നത് രാജസ്ഥാനിലെ യൂട്യൂബറുടെ പേജിൽ. ഇത് കണ്ട മട്ടന്നൂർ കുമ്മാനം സ്വദേശി റഫീഖ് 10 പശുക്കളെയും 2 എരുമകളെയും ഓർഡർ ചെയ്തു. ആകെ 5,60,000 രൂപ. 1 ലക്ഷം അഡ്വാൻസ്. ബാക്കി തുക പശുക്കൾ വീട്ടിലെത്തുമ്പോൾ നേരിട്ട് നൽകണമെന്നായിരുന്നു കരാർ. വിൽപ്പനക്കാരൻ എന്ന് പരിചയപ്പെടുത്തിയ ആൾ അയാളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, പശു ഫാമിന്റെ ചിത്രങ്ങൾ എല്ലാം അയച്ചു നൽകി. കരാർ പ്രകാരം റഫീഖ് 25,000 രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും 75,000 രൂപ ഗൂഗിൾ പേ വഴിയും അയച്ചു നൽകി. പിന്നാലെ ഓർഡർ ചെയ്ത പശുക്കളെ വാഹനത്തിൽ കയറ്റുന്ന വീഡിയോ റഫീഖിന്റെ ഫോണിലേക്ക് എത്തി. 3 ദിവസത്തിനുള്ളിൽ പശുക്കൾ വീട്ടുമുറ്റത്ത് എത്തുമെന്നായിരുന്നു വാഗ്ദാനം. ആഴ്ച 1 കഴിഞ്ഞിട്ടും പശുക്കളുടെ പൊടി പോലുമില്ല. പണം വാങ്ങിയ ആളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. ഇതോടെയാണ് വഞ്ചിക്കപ്പെട്ടു എന്ന് റഫീഖ് മനസ്സിലാക്കിയത്. ഫോൺ നമ്പർ മാറ്റിയെങ്കിലും മറ്റൊരു ഫോൺ നമ്പറിൽ യൂട്യൂബ് വഴിയുള്ള പശു കച്ചവട തട്ടിപ്പ് ഇപ്പോഴും തുടരുകയാണ്. അഷ്റഫിന്റെ പരാതിയിൽ കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ATM പിൻവലിക്കൽ നിരക്ക് ഉയർത്തി. 2025 മെയ് 1 മുതൽ ATM വഴിയുള്ള പണം പിൻവലിക്കലിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫീസ് വർദ്ധിപ്പിച്ചു. സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും ഇനി 23 രൂപ ഈടാക്കും. നിലവിൽ 21 രൂപയാണ് ഈ നിരക്ക്. മാർച്ച് 28-ന് പുറപ്പെടുവിച്ച സർക്കുലറിലാണ് RBI ഈ തീരുമാനം അറിയിച്ചത്. ഉപഭോക്താക്കൾക്ക് പ്രതിമാസം പരിമിതമായ സൗജന്യ ഇടപാടുകൾ തുടർന്നും ലഭിക്കും. സ്വന്തം ബാങ്കിന്റെ ATMകളിൽ 5 സൗജന്യ ഇടപാടുകൾ, സാമ്പത്തികവും സാമ്പത്തികേതരവും ഉൾപ്പെടെ മെട്രോ നഗരങ്ങളിലെ മറ്റു ബാങ്കുകളുടെ ATMകളിൽ 3, മെട്രോ ഇതര പ്രദേശങ്ങളിൽ 5 എന്നിങ്ങനെയാണ് സൗജന്യ പരിധി. ഈ പരിധി കവിഞ്ഞാൽ 23 രൂപ വീതം ചാർജ് ഈടാക്കും. കായിക ലോകം. വിജയക്കുതിപ്പ് തുടർന്ന് ലിവർപൂൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 22ാം വിജയവുമായി 2ാം സ്ഥാനക്കാരായ ആർസെനലുമായുള്ള പോയിന്റ് വ്യത്യാസം വീണ്ടും 12 ഉയർത്തി ലിവർപൂളിന്റെ കുതിപ്പ്. ഡിയേഗോ ജോട്ട 57ാം മിനിറ്റിൽ നേടിയ ഏക ഗോളിൽ എവർട്ടനെ തകർത്താണ് ലിവർപൂളിന്റെ വിജയക്കുതിപ്പ്. ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ജോട്ടയുടെ 6ാം ഗോളാണിത്. ഇതോടെ ലിവർപൂൾ കിരീട നേട്ടത്തിന്റെ ഒരു പടി കൂടി അടുത്തെത്തി. ലെസ്റ്റർ സിറ്റിയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി 4ാം സ്ഥാനം നിലനിർത്തി. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ദഹനത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും മലബന്ധം ഒഴിവാക്കാനുമൊക്കെ പാഷൻ ഫ്രൂട്ട് ഉത്തമമാണ്. കുറഞ്ഞ ഗ്ലൈസീമിക് സൂചികയുള്ള പഴമായതിനാൽ ഇത് പ്രമേഹ രോഗികൾക്കും കഴിക്കാം.
ഈ ഫലത്തിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഈ ഫലം ഉത്തമമാണ്. പർപ്പിൾ, മഞ്ഞ എന്നീ നിറങ്ങളിലാണ് കൂടുതലും ഇവയെ കാണാറ്. ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ പാഷൻ ഫ്രൂട്ടിൽ 76% ജലാംശമാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, കരോട്ടിൻ, പൊട്ടാസ്യം, കാൽഷ്യം, സോഡിയം, ഇരുമ്പ് എന്നിവയാൽ സമ്പുഷ്ടമാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് പതിവായി കഴിക്കുന്നത് വൈറ്റമിൻ എയുടെ ആവശ്യമായ അളവ് ഉറപ്പാക്കുകയും അങ്ങനെ അന്ധതയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു. ചർമ്മത്തെ ചെറുപ്പമാക്കി നിലനിർത്താനും പാഷൻ ഫ്രൂട്ട് സഹായിക്കുന്നു. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.